അപ്പൊ PR വർക്കുകൾ പൊളിച്ചെടുക്കാൻ നേരിട്ട് ഇറങ്ങിയിരിക്കുകയാണെന്ന് ബിഗ് ബോസ്. ഇവരുടെ മോർണിംഗ് ആക്ടിവിറ്റി തന്നെ PR വെച്ചിട്ടുള്ള മോർണിംഗ് ആക്ടിവിറ്റിയാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഇത് വെച്ചിട്ട് അവിടെ കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇതൊരു PR ബോംബ് തന്നെയായിരുന്നു ബിഗ് ബോസ് ഇട്ടത്. അവിടെ അതിന്റെ പേരിൽ കുറച്ച് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി. നോമിനേഷൻ നടന്നു, ഇന്ന് എവിക്ഷൻ നോമിനേഷൻ നടന്നു. അതുപോലെ തന്നെ നമ്മുടെ വീക്ക്ലി ടാസ്ക് ആണോ അതോ ഡെയിലി ടാസ്ക് ആണോ നടന്നുവിടാ. ബട്ട് ഒരു ടാസ്ക് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഡാൻസ് മാരത്തൺ. അപ്പൊ അതിന്റെ വിശേഷങ്ങളും ഉണ്ട്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് രാവിലെ തന്നെ അവിടെ രാവിലെ മോർണിംഗ് സോങ്ങിന് ശേഷം നെവിനും ഒരു പ്ലേറ്റ് നെവിൻ രാവിലെ പൊട്ടിക്കുന്നതാണ് കേട്ടോ. എഴുതി തെറ്റിപ്പോയി. നെവിൻ രാവിലെ ഒരു കുക്ക് ചെയ്ത പ്ലേറ്റ് പെട്ടെന്ന് കരിഞ്ഞു പോയപ്പം അത് വെള്ളത്തിലിപ്പോൾ പൊട്ടി. അതിന്റെ കേസാണ് രാവിലെ. അപ്പൊ രാവിലെ തന്നെ മോർണിംഗ് ആക്ടിവിറ്റി വരികയാണ്. മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബിഗ് ബോസ് കൊടുക്കുന്ന മോർണിംഗ് ആക്ടിവിറ്റി ഇതാണ്, PR വർക്ക്. ഇത് ഒരുപാട് ചർച്ചയായിട്ടുള്ള കാര്യമാണ്. ആ PR വർക്ക് ആർക്കുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു, ആർക്കില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഇതാണ് നമ്മുടെ ടാസ്ക്. അവിടെ ഉള്ള 11 പേരില് 10 പേരും തുല്യ വാക്കിൽ പറയാണ് PR വർക്കുള്ളത് അനുമോൾക്കാണ്. PR വർക്കുള്ളത്. അനുമോൾക്ക് ഇല്ലാത്തൊരു മെജോറിറ്റിയും പറയുന്നത് നെവിനാണ് PR വർക്ക് ഇല്ലെന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാം, അനുമോൾക്കെന്നല്ല, ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും PR വർക്ക് ഉണ്ട്. ഈ ഇല്ലെന്ന് പറഞ്ഞ നെവിനും ഉണ്ടെന്ന് പറയുന്ന അനുമോൾക്കും ഉണ്ട്. ഈ ഉണ്ടെന്ന് ഈ അനുമോൾക്കെതിരെ കുത്തിത്തിരിപ്പല്ല, അനുമോൾ പറഞ്ഞോ ഇല്ലയോ ആ കേസ് പറഞ്ഞു. പക്ഷെ അനുമോൾക്കെതിരെ ആനടിച്ച ബിന്നിക്ക് നല്ല കട്ടിക്കുണ്ട് PR വർക്ക്. PR വർക്ക് എല്ലാവർക്കും ഉള്ള കാര്യം തന്നെ. എല്ലാവരും PR വർക്ക് കൊടുത്തിട്ട് തന്നെയാണ് വന്ന. ഷാനവാസിനുണ്ട്, അക്ബറിനുണ്ട്, എല്ലാവർക്കും, അനീഷിന് ഉൾപ്പെടെ ഉണ്ട്, ഇൻക്ലൂഡിങ് അനീഷിന് ഉൾപ്പെടെ PR വർക്ക് ഉണ്ട്. അനീഷിന്റെ PR വർക്കിനെതിരെ അനുമോളുടെ കുടുംബം രംഗത്തിറങ്ങി നമ്മൾ കണ്ടതാണ്. ആൻഡ് ഓൾസോ ഇതിന്റെ പാർട്ടായിട്ട് അനുമോളാണ് ഏറ്റവും കൂടുതൽ PR വർക്ക് കൊടുത്തതെന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ബിന്നി പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ 16 ലക്ഷം രൂപയുടെ PR വർക്കാണ് അനുമോൾ കൊടുത്തതെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അനുമോൾ അത് തള്ളിക്കളയുന്നുണ്ട്. പക്ഷെ അനുമോൾ പറഞ്ഞു, ഞാൻ ഇവിടെ 16 ലക്ഷത്തിന് PR വർക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് അപ്പാനി കൊടുത്ത PR വർക്ക് ആണ് ഞാൻ കൊടുത്തത്. അപ്പാനി കൊടുത്ത ആർക്കാണ് അവർക്ക് തന്നെയാണ് ഞാൻ PR വർക്ക് കൊടുത്തതെന്ന് പറയുന്നുണ്ട് ഇവിടെ അനുമോള്. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ PR വർക്കൊക്കെ എന്തിനാണെന്ന് എനിക്ക് അറിയില്ല. ഇൻ കേസ് എത്ര PR വർക്ക് കൊടുത്താലും നമ്മൾ എന്തെങ്കിലും ചെയ്താലേ നമ്മൾ അവിടെ നിൽക്കുള്ളൂ. ഇതിലൊരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്, PR വർക്ക് ഇവിടെ ചെയ്യാത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള സാബുമാൻ മാത്രമാണ്. PR വർക്ക് കൊടുത്തിട്ടില്ലാത്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം. വേറെ ആർക്കും, ലക്ഷ്മിക്ക് PR വർക്ക് ഉണ്ട്. ലക്ഷ്മിയുടെ കുറെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് PR വർക്ക് ഇല്ലാത്ത സാബുമാൻ എല്ലാവരും ട്രോളുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലാതെ PR വർക്ക് സാബുമാൻ മാസ് എന്നും പറഞ്ഞിട്ട് ഒന്നും കണ്ടിട്ടില്ല. അപ്പോ ഈ PR വർക്കൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാണ്. നമ്മൾ ഗെയിം കളിച്ചാലേ PR വർക്ക് കാണാത്ത കുറെ പ്രേക്ഷകർ വോട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഗെയിം കണ്ടിട്ട് വോട്ട് ചെയ്യുന്നുണ്ടല്ലോ. അവർക്കൊക്കെ എന്തായാലും വോട്ട് ചെയ്താലേ നമ്മൾ ജയിക്കുള്ളൂ. നമ്മൾ എത്ര കളിച്ചാലും കളി നോക്കിയാലേ ജയിക്കില്ല. ആദ്യം അനുമോൾക്ക് വോട്ട് ഉണ്ടായിരുന്നോ? ഇല്ല, അനുമോൾക്ക് വോട്ടില്ല, വോട്ട് കുറവായിരുന്നു. അനുമോൾക്ക് വോട്ട് വാങ്ങിക്കൊടുത്ത അപ്പാനി അക്ബറും കൂടെയാണ് അവിടെ. കാരണം അനുമോളെ ബുള്ളി ചെയ്താണ് അനുമോൾക്ക് ഇത്രയും സപ്പോർട്ട് കൂടിയത്, ഒരു കാര്യം. പിന്നെ PR വർക്ക് ഒബ്വിയസ്ലി അനുമോൾക്ക് PR വർക്ക്. അനുമോളുടെ ഫാൻ ഗ്രൂപ്പ് അല്ല, നമ്മുടെ അനുമോളുടെ ഒഫീഷ്യൽ പേജ് കസിനാണ് നോക്കുന്നത്. ബാക്കി അനുമോൾക്ക് ഫാൻ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അനുമോളുടെ ആ സ്റ്റോറി അനുമോളുടെ ഇൻസ്റ്റാ പേജിന്റെ സ്റ്റോറി കാണുമ്പോൾ നമുക്കറിയാം. അപ്പൊ PR വർക്ക് എല്ലാവർക്കും ഉണ്ട്. PR വർക്കിന്റെ ബേസിന് വോട്ട് കൊടുക്കരുത്. നമ്മൾ മാസമായിട്ട് കാണിക്കുന്ന അതിന് വോട്ട് കൊടുക്കാതെ ഇതില് അവര് ചെയ്യുന്ന പെർഫോമൻസ് അനുസരിച്ച് വോട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, എല്ലാം ഒന്നും ബിഗ് ബോസ് കാണിക്കുന്നില്ല. ലൈവ് കണ്ടവർക്ക് മാത്രമേ കറക്റ്റ് പിക്ചർ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. എല്ലാം വെട്ടി മുറുക്കിയല്ലേ ബിഗ് ബോസ് കാണിക്കുന്നത്, അതും വേറെ കാര്യം. സോ
അപ്പം ഇതിന്റെ ടോക്കാണ് അവിടെ നടക്കുന്നത്. ഇതിന് ശേഷം അനുമോളും ബിന്നിയും തമ്മിൽ നല്ലൊരു വഴക്കുണ്ടാവുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ 16 ലക്ഷത്തിന്റെ PR വർക്കിന്റെ കാര്യം നെവിനും കേട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ചില റിവ്യൂവേഴ്സും പറയുന്നുണ്ട് 16 ലക്ഷത്തിന് PR വർക്ക് കൊടുത്തിട്ടുണ്ട്. അനുമോളുടെ പേരെടുത്ത് പറയുന്നില്ല, ബട്ട് ഈ കാര്യം പറയുന്നുണ്ട്. 16 ലക്ഷത്തിന്റെ ഒക്കെ PR വർക്ക് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. അത് മാത്രമല്ല അനുമോൾ അത്ര വെൽത്തി ആയിട്ടുള്ള ഒരാളല്ലെന്ന് എനിക്ക് ആളല്ല. അനുമോൾ ഇത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് അനുമോൾ ഉണ്ടാക്കിയത് ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷെ ഇത്രയും വെൽത്തി ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അനുമോള്. സീരിയസ്ലി അനുമോൾ ഇത്ര വെൽത്തി ആണ് എനിക്കറിയില്ല. എനിവേ എനി മാറ്റർ. അപ്പൊ ഇതിന്റെ പേരിൽ അവിടെ ഒരു ടോക്ക് നടക്കുന്നുണ്ട്. ബിന്നിയും അനുമോളും തമ്മിലൊരു വഴക്ക് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്ന് അനുമോള് പറയുന്നുണ്ട്. ബിന്നിയോട് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, അനുമോളിനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ബിന്നി പറഞ്ഞു എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു വിഷ്വൽ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടെങ്കിൽ പറയാം. അനുമോള് ബിന്നിയോട് എനിക്ക് ഞാൻ 16 ലക്ഷത്തിന് PR വർക്ക് അപ്പാനി കൊടുത്ത് അതേ PR വർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് ബിന്നി പറയും. അറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ബിന്നിയുടെ വിശ്വാസ്യത ഇതുപോലെ എല്ലാവർക്കും തെളിഞ്ഞിട്ടുണ്ട്. ബിന്നി ഒരു കാര്യം വിശ്വസിക്കാൻ ഒക്കില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇവിടെ ലക്ഷ്മി സാബുമാനെ പറയുന്നുണ്ട് ഇത് ആരും ട്രെയിൻ ചെയ്ത് അനുമോളെ വിട്ടതാണ് ഇതിനകത്ത്, ഇവിടെ അനുമോൾ ഒന്നും ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഇത് ഈ കയറി നെവിനും നോമിനേഷനിൽ പറയുന്നുണ്ട്. അപ്പം ഇതിന്റെ പേരിൽ അവിടെ ബിന്നിയും പിന്നെ കുറെ വഴക്ക് അവിടെ ഉണ്ടാവും, കുറെ സംസാരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഷാനവാസ് മാറിയും സംസാരിക്കുന്നുണ്ട്, ബിന്നി മാറിയും സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യങ്ങൾ ഇപ്പൊ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അനുമോളൊക്കെ ഇവിടെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ. സ്ട്രോങ് ആയിട്ട് അനുമോളിൽ വലിയ മാറ്റമുണ്ട്. പറയും പോലെ സ്ട്രോങ് ആയിട്ട് നിന്ന് ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ PR വർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് അനുമോള് സമ്മതിക്കുന്നുമുണ്ട്. അതായത് ഞാൻ PR വർക്ക് കൊടുത്തിട്ട് തന്നെയാണ് വന്നത്, എനിക്ക് ആദ്യം കൊടുക്കണമെന്നില്ല, ഞാൻ കൊടുത്തിട്ട് തന്നെയാണ് വന്നതെന്ന് അനുമോള് സമ്മതിക്കുന്നുണ്ട്. PR വർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് അനുമോള് സമ്മതിക്കുന്നുണ്ട്. ഈ 16 ലക്ഷത്തിന്റെ കണക്കാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് ഉള്ളതോ ഇല്ലയോ. ഐ തിങ്ക് നന്നായിട്ട് ഗെയിം കളിക്കുന്നവരാണ് ജയിക്കാൻ എന്നാണ് എല്ലാവരും പറയുന്നത്. ആൻഡ് ഇതിന് PR-ന്റെ സംസാരം തന്നെയാണ് അവിടെ നടക്കുന്നത്. പിന്നെ നോമിനേഷൻ വിളിക്കുകയാണ്. നോമിനേഷനില് ഓപ്പൺ നോമിനേഷൻ ആണ്. അപ്പൊ ഓപ്പൺ നോമിനേഷനിൽ ഫസ്റ്റ് വന്ന അനീഷ് ആദ്യം പറഞ്ഞ പേര് ഷാനവാസിനെയാണ്. എന്നിട്ട് ബിന്നിയുടെ പേര് പറയുന്നുണ്ട്. പക്ഷെ ബിന്നിയുടെ ഓരോ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. ഡോക്ടറിന്റെ എത്തിക്സിന് ചേരാത്ത പ്രവൃത്തിയാണ് ബിന്നി ഇവിടെ കാണിച്ചത് ആ ജയിലിലെ കാര്യത്തിൽ. അല്ല കറക്റ്റ് ക്ലിയർ ആയിട്ട് അനീഷ് പറയുന്നുണ്ട്. അനീഷിനെ ആരും നോമിനേറ്റ് ചെയ്ത അനീഷ് ഈ ഒരു ഇരിപ്പാണ്. അനീഷ് എന്തിനാണതോ അത് കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ആർക്കാരും ട്രിഗർ ആവും, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നോമിനേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ അനുമോള് നെവിൻ അഗെയിൻസ്റ്റ് ആണ് നോമിനേറ്റ് ചെയ്യുമ്പോൾ നെവിൻ വന്നിട്ട് അനുമോൾക്ക് അഗെയിൻസ്റ്റ് ആണ് നോമിനേറ്റ് ചെയ്തിട്ട് പറയാണ് ഇവിടെ ഞാൻ ഞാൻ ചെയ്ത ടാസ്കുകൾ എന്തെങ്കിലുമൊക്കെ വിജയിച്ചിട്ടുണ്ട്, പക്ഷെ അനുമോൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് നെവിൻ പറയുന്നുണ്ട്. അത് മാത്രമല്ല നെവിൻ ഇവിടെ അപ്പൊ അനുമോള് ചീപ്പ് ഗെയിം ഇവിടെ ഡേർട്ടി ഗെയിം കളിച്ചു, ന്യൂറയുമായിട്ട് ഡിസ്കസ് ചെയ്ത് നോമിനേഷൻ എന്നൊക്കെ നെവിൻ പറയുന്നുണ്ട്. ആൻഡ് ഇതുപോലെ തന്നെ അനുമോള് ന്യൂറയും നെവിനെയാണ് വോട്ട് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് ഇതുപോലെ അക്ബർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അക്ബർ പറഞ്ഞ എന്താന്ന് വെച്ചാൽ അത് മോർണിംഗ് ആക്ടിവിറ്റിയിലാണ്. അക്ബർ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ അനുമോൾ PR വർക്ക് കൊടുത്തിട്ടുണ്ടോ, നമ്മൾ കളിച്ചാലും ജയിക്കില്ല, അപ്പൊ അനുമോൾ കുറച്ചും കൂടെ ഇറങ്ങി വന്ന് ഗെയിം കളിക്കണം എന്ന് അക്ബർ കറക്റ്റ് കാര്യം അക്ബർ പറയുന്നുണ്ട്. ആരിനും ഇതുപോലെ തന്നെ കറക്റ്റ് അക്ബർ പറഞ്ഞ കാര്യം മോർണിംഗ് ആക്ടിവിറ്റിയിലാണ്. പിന്നെ ആരും ഇതുപോലെ ഒരു കറക്റ്റ് കാര്യം പറയുന്നുണ്ട്, അത് നോമിനേഷനിലാണ്. അത് അനീഷിന്റെ കാര്യത്തിൽ നോമിനേഷനാണ്. പക്ഷെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അനീഷിനെ എല്ലാവരും കൂടെ പൊളിച്ചെടുക്കുന്നുണ്ട് നോമിനേഷനിൽ. അതായത് അനീഷിന്റെ നന്മകരം കാർഡ് നല്ലതുപോലെ കീറി എറിഞ്ഞിട്ടുണ്ട്. അതായത് മെഡിസിൻ കാർഡ് മരുന്ന് കാർഡാണ്, അത് നല്ലതുപോലെ കീറി എറിഞ്ഞിട്ടുണ്ട്. മരുന്ന് കൊടുത്തു, അതിങ്ങനെ കൊടുത്തിട്ട് ഇത് ഞാൻ എടുത്ത് തന്നു എന്ന് പറഞ്ഞ് നടക്കുന്നത് ഒരു മരുന്ന് കാർഡാണെന്ന് പറഞ്ഞ് അത് നല്ലതുപോലെ കീറി പറിച്ച് വിടുന്നുണ്ട് വീട്ടുകാർ. അത് വേറെ കാര്യം. അത് ഇന്നവിടെ ഒരു ഇൻസിഡന്റ് കാരണമാണ്, അല്ലെങ്കിൽ അനീഷ് അവിടെ പോവില്ലായിരുന്നു. അങ്ങനെ നോമിനേഷനിൽ 11 പേരുള്ളതിൽ 3 പേര് ഒഴിച്ച് ബാക്കി 8 പേര് നോമിനേറ്റഡ് ആണ്. അതായത് ഷാനവാസ്, അനീഷ്, ബിന്നി, ലക്ഷ്മി, അനുമോള്, അക്ബർ, സാബുമാൻ, നെവിൻ. ഇതില് ഷാനവാസിനാണ് 4 വോട്ട് വെച്ച് ഷാനവാസിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഉള്ളത്. അങ്ങനെ ഇത്രയും പേരാണ് നോമിനേഷനിൽ വരുന്നത്. ഇപ്രാവശ്യം എന്തെങ്കിലും ഡിസേർവിംഗ് ആയിട്ടുള്ളവർ പോവുമോ അല്ലെങ്കിൽ അൺഡിസേർവിംഗ് ആയിട്ടുള്ളവർ ആ വീട്ടിൽ നിൽക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഇതിന് ശേഷം നെവിനും അനുമോളും കൂടെ നോമിനേഷന്റെ പേരിൽ ഒരു വാക്കേറ്റം കിച്ചണിൽ ഉണ്ടാവുന്നുണ്ട്. നെവിൻ നല്ലപോലെ അനുമോളെ ട്രിഗർ ചെയ്യുന്നുണ്ട്. പക്ഷെ അനുമോള്
ട്രിഗറായി വരുന്നുണ്ടെങ്കിൽ അനിമോള് വിട്ടുകൊടുക്കുന്നില്ല. അനിമോളും തിരിച്ച് നല്ലപോലെ നെവിനെ പറയുന്നുണ്ട്. നോമിനേഷന്റെ കാര്യം പറഞ്ഞ് അനിമോള് പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് നാരകവെള്ളം കുടിക്കാമെന്ന് ആര്യന്റെ അടുത്ത് പറയാണ്, ഞാൻ നന്മമരം കളി നിർത്തി എന്ന് ആര്യനോട് പറയുമ്പോൾ, എന്നിട്ട് ആര്യന് നാരങ്ങ കൊടുക്കുന്നുണ്ട്. അത് നെവി മാച്ച് കട്ട് കുടിക്കുന്നുണ്ട്. അതിനെ കുറ്റം പറയുന്നുണ്ട് നെവി. ആൻഡ് ഇതിന് ശേഷം BB ഡാൻസ് മാരത്തൺ ടാസ്ക് വരികയാണ്. ഈ BB ഡാൻസ് മാരത്തൺ ടാസ്കിൽ നമ്മൾ എപ്പോഴും ക്ലാസിക് ടാസ്ക് ആണ് ബിഗ് ബോസിന്റെ. ഓരോരുത്തർക്കും ഓരോ ഫിലിം ക്യാരക്ടേഴ്സ് എടുക്കും, അതിനനുസരിച്ച് ഒരു ഡാൻസ് ചെയ്യുക. അപ്പം വേറെ സ്റ്റേജ് കിട്ടേണ്ട കാര്യമില്ലല്ലോ, അവിടെ ഇരിക്കാൻ തന്നെ ഒരു ചെയർ അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, അവിടെയാണ് നടക്കുന്നത്. അപ്പം ഇവർ ഓരോരോ ക്യാരക്ടേഴ്സ് പറയാം. സാബുമാൻ കിട്ടിയത് പട്ടണത്തിൽ ഭൂതത്തിലെ ഭൂതമാണ്. പിന്നെ അക്ബറിന് കിട്ടിയത് മിന്നൽ മുരളിയാണ്. ആര്യന് കിട്ടിയത് മായാമോഹിനിയിലെ മോഹിനിനെയാണ്. പിന്നെ നെവിന് കിട്ടിയത് ഗാന്ധർവത്തിലെ ലാലേട്ടന്റെ ക്യാരക്ടറാണ്. പിന്നെ നൂറയ്ക്ക് കിട്ടിയത് കാർത്തുമ്പിയാണ്. അനീഷിന് കിട്ടിയത് ജോക്കറിലെ ദിലീപിനെയാണ്. പിന്നെ അനുമോളിന് കിട്ടിയത് നമ്മുടെ കിലിക്കത്തിലെ നന്ദിനിനെയാണ്. ഷാനവാസിന് നരനിലെ വേലായുധനെയാണ്. പിന്നെ ലക്ഷ്മിക്ക് കിട്ടിയത് കസ്തൂരിയാണ്, നമ്മുടെ വിഷ്ണു ലോകം സിനിമയിലെ ഉർവശിയുടെ ക്യാരക്ടർ. പിന്നെ ആതിരയ്ക്ക് കിട്ടിയത് പാർത്തൻ കണ്ട പരലോകത്തിലെ പാർത്തനെയാണ്, അതായത് നമ്മുടെ ഗോകുല പാലക ആ പാട്ടുള്ള സിനിമയിലെ. പിന്നെ ബിന്നിക്ക് കിട്ടിയത് സിക്കന്ദറിനെയാണ്. അപ്പം ഇവർ അതിനനുസരിച്ചുള്ള പെർഫോം ചെയ്യണം. ഇപ്പൊ ഇതിൽ നിന്ന് പെർഫോം ചെയ്യുന്നത് സാബുമാൻ, ആര്യൻ, പിന്നെ നൂറ, നമ്മുടെ ഷാനവാസ്, ലക്ഷ്മി, ഇത്രയും പേരാണ് ഇന്ന് പെർഫോം ചെയ്തത്. അതില് എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു, നന്നായിട്ട് തന്നെ ക്യാരക്ടർ പിടിച്ച് തന്നെയാണ് അവരവിടെ നടക്കുന്നത്, ഫുൾ ടൈം നടക്കുന്നത്. അവിടെ നല്ല ഫണ്ണി മൊമെന്റ്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ലൈവില് കാണിക്കാത്തൊരു കാര്യം, ഇവർക്ക് ഈ അക്ബറിനെല്ലാം മേക്കപ്പ് ചെയ്ത് കൊടുത്ത അനുമോളാണ് കേട്ടോ. അനുമോളാണ് മേക്കപ്പ് ചെയ്ത് കൊടുത്തത് കൂടുതലും, ഷാനവാസിനായാലും അനീഷിനായാലും ഒക്കെ. പിന്നെ ഷാനവാസിന്റെ പെർഫോമൻസ് ആണ് ഫസ്റ്റ് നടക്കുന്നത്. പിന്നെ ആര്യന്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് കുറച്ച് ഫണ്ണി കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആര്യനെ നല്ലപോലെ മായാമോഹിനി പിടിച്ചാണ് ആര്യൻ അവിടെ നിൽക്കുന്നത്. എല്ലാവരും ക്യാരക്ടർ പിടിച്ചാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ. പക്ഷെ അനീഷ് മാത്രം അനീഷായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ജോക്കറിലെ ദിലീപേന്റെ ഒരു ഡയലോഗ് പോലെ അനീഷായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അനീഷ് അഭിനയിക്കുന്നു കാണിക്കുന്നുണ്ട്, പക്ഷെ അനീഷായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എല്ലാവരും ആ ഒരു ഇത് പിടിച്ച, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം ഒന്ന് അനിമോളിലെ വലിയ മുൻപോട്ട് കാണിച്ചിട്ടില്ലെങ്കിലും പക്ഷെ അനിമോള് അത് പിടിച്ചാണ് നിന്നത്. പിന്നെ ആര്യൻ, നമ്മുടെ ഇയാളെ പേരെന്താ, ഭൂതത്തെ എടുത്തു പറയണം, സാബുമാനെ എടുത്തു പറയണം. ഇത് സാബുമാന് വേണ്ടി കൊടുത്ത ടാസ്ക് പോലെ പറഞ്ഞു. കാരണം സാബുമാനാണെങ്കിൽ പട്ടണത്തിൽ ഭൂതത്തിൽ മമ്മൂക്കയുടെ ശബ്ദം ഏതാണോ അതേ ശബ്ദം പിടിച്ചാണ് സാബുമാൻ അവിടെ നിൽക്കുന്നത്. കറക്റ്റ് ആ ഭൂതത്തിന്റെ അതേ ക്യാരക്ടർ തന്നെയാണ് സാബുമാൻ അവിടെ ആക്ട് ചെയ്തുകൊണ്ട് നിന്നത്. അപ്പൊ അതിനുശേഷം ഷാനവാസിന് ആ ക്യാരക്ടർ ഇരിക്കുന്നുണ്ട്. അനുമോളിൽ അവിടെ ആപ്പിൾ വെച്ചിട്ടുണ്ട്. അത് ആപ്പിൾ മോഷ്ടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഷാനവാസിനെ ഒന്ന് മോഷ്ടിച്ചെടുക്കാൻ നോക്കുന്നുണ്ട് നമ്മുടെ അനീഷ്. അങ്ങനെ അനീഷ് എന്ത് ചെയ്തു, ഷാനവാസിനെ കൊണ്ട് അത് എടുപ്പിച്ചു. എന്നിട്ട് അത് അനുമോള് കണ്ടുപിടിച്ചു. പിന്നെ അതിനോട് ഒരു ഇത് നടക്കുന്നുണ്ട്. എന്നിട്ട് ആ ആപ്പിൾ എല്ലാവർക്കും കട്ട് ചെയ്ത് അനീഷ് കൊടുക്കുകയാണ്, നന്മമരം കാർഡ്. ആൻഡ് ഇതിന് ശേഷം ഉറങ്ങുന്ന ഷാനവാസിന് വായിക്കകത്ത് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതായത് പകല് ലൈറ്റ്സ് ഓൺ ടൈമിൽ ഉറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന ടൈമിൽ ഷാനവാസിനെ വായിക്കകത്ത് ഉപ്പിട്ട് കൊടുക്കുകയാണ് നമ്മുടെ അനീഷ്. ഉറങ്ങുന്ന ഷാനവാസിനെ വായിക്കകത്ത് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ആൻഡ് ഇതിന് ശേഷം ഇതിനുശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ്. ഇതിനൊക്കെ ഇവിടെ പെർഫോം ചെയ്ത് കഴിഞ്ഞോട്ടോ. ഇതിനുശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ്. ടാസ്ക് കഴിഞ്ഞു, ബാക്കി നാളെ. ഇതിനുശേഷം ബീൻ ബാഗ് ഇരുന്നിട്ട് ഷാനവാസ്, ആതിര, നൂറ ടോക്ക് ഉണ്ട്. അനുമോൾ ബിന്നി വിഷയം തന്നെയാണ്, PR-ന്റെ വിഷയം തന്നെ. അപ്പം ഷാനവാസ് നേരത്തെയും പറയുന്നത്, അനുമോളെ മുമ്പ് വെച്ചും പറയുന്നത്, നീ എന്നോട് കുറച്ച് കാര്യങ്ങൾ PR വെച്ച് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അപ്പൊ അനുമോളോട് പറയുന്നുണ്ട്. അപ്പം ഷാനവാസ് അത് എടുത്ത് പറയുന്നില്ല. അപ്പൊ ഇവരോട് പറയുന്നുണ്ട്, ഈ ബിന്നി പറഞ്ഞതൊക്കെ ഉള്ളതാണോ എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ അനുമോൾ പറഞ്ഞെങ്കിൽ ഇപ്പൊ അനുമോൾ ചെയ്ത മണ്ടത്തരമാണെന്ന് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട്. അതുമാത്രമല്ല ആദില ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്, ബിന്നീനെ ഇനി ഒരു കാര്യം വിശ്വസിച്ച് പറഞ്ഞേൽപ്പിക്കാൻ പാടില്ലെന്ന് ആദിലയും പറയുന്നുണ്ട്. അപ്പം ഇവിടെ നടന്നത് അനുമോൾ പറഞ്ഞാണോ ഇല്ലയോ നമുക്കറിയില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിന്നി അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിച്ചൊരു കാര്യം പറഞ്ഞല്ലേ. ആൻഡ് അതുപോലെ തന്നെ ഈ PR വർക്കുകൾ ഒന്നും വിജയിക്കില്ല. എനിക്ക് തോന്നുന്നത് PR വർക്കിന്റെ ബലം കൊണ്ടാണ് ഇത്രയും 2 ദിവസം ഒനീല് ദിവസം. പക്ഷെ ജിസയിലൊക്കെ അൺഡിസേർവിംഗ് ആണ് എവിക്റ്റാൻ. കാരണം ഫുൾ ഷോക്കിലാണ് പ്രേക്ഷകർ നിൽക്കുന്നത് ഇപ്പോഴും ജിസയിലിന്റെ എവിക്ഷനിൽ. പക്ഷെ ജിസയിൽ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു പെർഫോമൻസ് കാണായിരുന്നു കേട്ടോ. ജിസയിലിന്റെ എന്തെങ്കിലും നല്ലൊരു പെർഫോമൻസ് ജിസയിലിന്റെ കാണായിരുന്നു. ആൻഡ് അപ്പൊ PR വർക്ക് ഇന്ന് കത്തി എരിഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് വീടിനകത്ത്.
ഈ PR വർക്കിന്റെ പേരിൽ ഇനി അനുമോൾക്കെതിരെ എല്ലാവരും ഗെയിം എടുക്കോ? പക്ഷെ അനുമോൾക്കെതിരെ ഗെയിം എടുത്താൽ അത് ബൂസ്റ്റപ്പ് ആവുന്ന അനുമോൾക്കായിരിക്കും. അത് വേറെ കാര്യം. ഇവരെല്ലാരും കൂടെ PR വർക്കിന്റെ പേര് പറഞ്ഞ അനുമോൾക്കെതിരെ ഗെയിം കളിക്കുകയാണെങ്കിൽ അത് അനുമോൾക്കേ ഗുണം ചെയ്യുള്ളൂ. ഷാനവാസ് പറഞ്ഞതുപോലെ സാബുമാനും ലക്ഷ്മിക്ക് സ്പേസ് ഉണ്ടാക്കാതിരുന്ന മതി. അതുപോലെ അനുമോൾ ഗെയിം ഒറ്റയ്ക്ക് കളിക്കട്ടെ. അക്ബർ പറഞ്ഞാൽ അനുമോൾ കുറച്ചും കൂടെ ഇറങ്ങി വന്ന് ഗെയിം കളിക്കട്ടെ, നല്ലൊരു ഗെയിം കളിക്കട്ടെ. അങ്ങനെ കളിച്ച് അനുമോള് വരട്ടെ. PR വർക്കൊന്നും നശ്വരമാണ്, അതായത് നിലനിൽക്കാത്ത കാര്യങ്ങളാണ്. അത് മാത്രമല്ല, ഇൻ കേസ് വിൻ ചെയ്താൽ തന്നെ 50 ലക്ഷത്തിന്റെ ക്യാഷ് പ്രൈസ് വിൻ ചെയ്താൽ തന്നെ വല 36 ലക്ഷം കൊടുക്കും. അതിൽ 36 ലക്ഷത്തിൽ ബാക്കി 16 ലക്ഷം ഇതിന് കൊടുക്കുകയാണെങ്കിൽ ബാക്കി 20 ലക്ഷമല്ലേ കിട്ടുള്ളൂ ഇവർക്ക്. ശരിക്കും പറഞ്ഞാൽ PR വർക്കിന്റെ ഒന്നും ആവശ്യമില്ല സീസണിൽ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. നമ്മൾ നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ആ വീട്ടിൽ നമ്മൾ നിൽക്കും, അത് ഉറപ്പാണ്. പ്രേക്ഷകർ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ആ വീട്ടിൽ നിൽക്കും. തനിയെ തന്നെ നമുക്ക് വോട്ട് കിട്ടുകയും ചെയ്യും. അപ്പം ഇനി നാളെ മുതൽ എന്താണ് ടാസ്കിന്റെ ഗതി നോക്കാം. എൻഡ്യൂറൻസ് ടാസ്ക് എന്നാണ് ലാലേട്ട പറഞ്ഞത്. അപ്പൊ എൻഡ്യൂറൻസ് ആയിട്ട് ഇനിയും ഇവർക്ക് എൻഡ്യൂറൻസ് രാത്രി ഉറങ്ങാതിരിക്കുന്ന മറ്റേ മാണിക്കല്ല് പോലത്തെ ടാസ്ക് വല്ലതും കൊടുക്കുമോ എന്ന് നമുക്ക് അറിയില്ല. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ടാസ്ക് പോകുന്നതെന്ന്. സോ ഇന്നത്തെ റിവ്യൂ ഇത്രമേ ഉള്ളൂ. അപ്പം ഇനി തമിഴ് കാണണം, പക്ഷെ തമിഴിന് ഞാൻ റിവ്യൂ ചെയ്യാറില്ല. തമിഴ് ഞാൻ കണ്ടില്ല, പക്ഷെ തമിഴിന് റിവ്യൂ ചെയ്യാറില്ല. മാത്രമല്ല ഫസ്റ്റ് ഡേ തന്നെ അവിടെ പൊരിഞ്ഞാടി അവിടെ നടക്കുന്നുണ്ട്. അവിടെ കെമി കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ സൗണ്ടിനെ കണ്ട കെമി കുറച്ച് ആക്റ്റീവ് അല്ല, സൗണ്ട് വന്നപ്പോൾ നല്ല ഇനാക്റ്റീവ് ആയിരുന്നു, പിന്നെയാണ് ആക്റ്റീവായി തുടങ്ങിയത്. കെമി ഇത്തിരി നന്നായിട്ട് ആക്റ്റീവായി വരുന്നുണ്ട് നമ്മുടെ ഈ തമിഴ് ബിഗ് ബോസിൽ. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ടാസ്ക് പോകുന്നതെന്ന്. കുറച്ച് പണിയൊക്കെ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. സോ ഇന്നത്തെ റിവ്യൂ ഇത്രയേ ഉള്ളൂ. സോ താങ്ക് യു ഓൾ.